മുല്ലപ്പൂ മുട്ട് പോലെ വെളുത്ത പല്ലാണെങ്കിൽ ഹെൽത്തിയാണ്, അതല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള പല്ലാണെങ്കിൽ പ്രശ്നമാണ് എന്നാണ് ഒരു പൊതുധാരണ. പിന്നെ മാത്രമല്ല ഒരുപാട് നേരമൊന്നും ബ്രഷ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ഒരിക്കൽ ടീത്ത് വൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം എൻ്റെ പല്ല് സെലിബ്രിറ്റീസിനെ പോലെ തിളങ്ങിയിരിക്കും. ഐഡിയലി ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് കാണുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചി കൊണ്ട് എടുക്കാൻ പറ്റുന്നത് തുമ്പ കൊണ്ട് എത്തിച്ചെന്ന് പറയുമല്ലോ. ഹാർഡായിട്ട് ബ്രഷ് ചെയ്താൽ അല്ലെങ്കിൽ നല്ല ഉരച്ച് പല്ല് തേച്ചാലേ വൃത്തിയാകുള്ളൂ എന്നത് ഉണ്ടോ? ഈ മോണരോഗങ്ങളുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് നല്ല പുളിപ്പൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അൾട്രാ സോഫ്റ്റ് ബ്രഷുകളും ഇന്ന് അവൈലബിൾ ആണ്. ജിഞ്ചവൈറ്റിസ് എന്നുള്ളത് ഒരു പെരിഡോണ്ടൈറ്റിസ് എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ ചിലപ്പോൾ പോകും, രൂക്ഷമാവും, കൈവിട്ട് പോകും. അതെ അതെ. ലൈനേഴ്സ് എന്ന് പറയുമ്പോൾ അത് മറ്റേതിൻ്റെ അത്ര മുറുക്കം കിട്ടില്ല, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഒരുപാട് സമയം എടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് രണ്ടും ഈക്വലി ഗുഡ് ആണോ? നമ്മൾ ബ്രഷിങ് മാത്രം ചെയ്താൽ പോരാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല്ലിൻ്റെ ഒരു പ്രതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ശരിയാണ്, നമുക്ക് ബ്രഷിങ്ങിലൂടെ നമുക്ക് അഴുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഒരു പരിധിവരെ. ഒന്നുമില്ലെങ്കിൽ വെനീർസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രൗൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണോ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള കോസ്മെറ്റിക് ചികിത്സകൾ ഇന്ന് അവൈലബിൾ ആണ്. ഫ്ലോസ് അല്ലെങ്കിൽ ഫ്ലോസിംഗ് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് അങ്ങ് കോമൺ ആയിട്ട് വന്നിട്ടില്ല. അല്ലെങ്കിൽ വാട്ടർ ഫ്ലോസർ ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഹൈ പ്രഷറിൽ വാട്ടർ ജെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലോസ് ചെയ്യാൻ പറ്റും. അതായത് പല്ലിൻ്റെ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരുമ്പോൾ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഗ്യാപ്പ് നമ്മൾ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് മെയിൻറ്റെയിനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സൊല്യൂഷനാണ് നമുക്കുള്ളത്. ആ ഗ്യാപ്പ് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. അപ്പോൾ ആ പല്ല് വരുന്ന സമയമാകുമ്പോൾ കറക്റ്റ് പ്രോപ്പർ പാത്തിൽ കൂടെ തന്നെ അത് വരും. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളിൽ ചിലപ്പോൾ നമുക്ക് അലൈനർ എല്ലാ കേസിലും ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അടുത്തൊരു പ്രൊസീജിയറിലേക്ക് പോകേണ്ടി വരും, അതായത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. ഫ്രീക്വൻറ്റ് സ്നാക്കിങ്, അതായത് നമ്മൾ കൂടെ ഇപ്പോൾ ഒരു ട്രെൻഡാണ് എന്തെങ്കിലും കുറിച്ചുകൊണ്ടേയിരിക്കുക. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ്. ഒന്നാമതായിട്ട് ഇപ്പോൾ നമ്മൾ ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ, ഷുഗർ ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡൊക്കെ ഒന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ളൊരു കൺസേൺ വരും. പിന്നെ ഇടയ്ക്ക് ഫുഡ് ഇടയിലൊക്കെ കയറി കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന അതായത് അങ്ങനെ പ്രോബ്ലംസ് വരുന്ന ആൾക്കാർക്ക് ഇതൊരു സൊല്യൂഷൻ തന്നെയാണ്. സ്ഥിരമായിട്ട് ചൂയിങ് ഗംസ് യൂസ് ചെയ്യുന്ന ആളുകൾ അതൊരു ബ്രഷിങ്ങിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ശരിയാണ്. അതുപോലെ മോണരോഗങ്ങൾ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗറിൻ്റെ അളവിലും കാര്യമായിട്ട് വ്യത്യാസം വരും, അത് താഴും. സ്മോക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഉമിനീരിൻ്റെ അളവ് കുറയും. അപ്പം എഗെയിൻ അത് കേടുപാടുകൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ പല്ലിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പ്ലാക്ക് എല്ലാം പോകണം എന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർ ബ്രഷിങ് മൂവ്മെൻറ്റ്സ് വരണം. അതല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ക്ലീനിങ് വഴിയേ നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. രാവിലെ പല്ല് തേക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് കുറേ ജസ്റ്റിഫിക്കേഷൻസും കാര്യങ്ങളും. എന്താണ് ഒരു ഐഡിയൽ റുട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെന്റൽ ഹൈജീനിന് വേണ്ടിയിട്ട്? രാവിലെ ബ്രഷ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല, അതല്ലെങ്കിൽ നല്ല അമർത്തി ബ്രഷ് ചെയ്താലേ പല്ല് വൃത്തിയാവുള്ളൂ. അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആ മിത്സൊക്കെ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഹായ് ആൻഡ് വെൽക്കം ടു സൈന ഹെൽത്ത് പ്ലസ്. എൻ്റെ പേര് ഫെറിൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ആഷ്ന. വെൽക്കം ഡോക്ടർ. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാലാകാലങ്ങളായി നമ്മൾ പഠിച്ചു വെച്ചതും കേട്ടുവെച്ചതും ഇപ്പോൾ പുതിയ റീൽസ് കാണുന്നതിലാണെങ്കിലും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് പല്ലുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ബ്രേക്ക് ചെയ്യാം. ആദ്യം തന്നെ പല്ലിൻ്റെ നിറം, അതായത് മുല്ലപ്പൂ മുട്ട് പോലെ വെളുത്ത പല്ലാണെങ്കിൽ ഹെൽത്തിയാണ്, അതല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള പല്ലാണെങ്കിൽ പ്രശ്നമാണ് എന്നാണ് ഒരു പൊതുധാരണ. അത് ശരിയാണോ? ആക്ച്വലി പല്ലിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത പല്ലാണെങ്കിൽ മാത്രമേ അത് ഹെൽത്തി ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് തെറ്റാണ്. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പല്ലിൻ്റെ കളറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിൽ മേജറായിട്ടുള്ള ഒന്ന് ജനറ്റിക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ, പ്രായം കൂടുന്തോറും ആൾക്കാർക്ക് പല്ലിൻ്റെ കളറിൽ വേരിയേഷൻ വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങും പല്ലിൻ്റെ കളറിൽ. പിന്നെ അതല്ലെങ്കിൽ നമ്മളുടെ ഉമിനീരിൻ്റെ അളവിലുള്ള വേരിയേഷൻസ് കാരണം ചിലപ്പോൾ നമുക്ക് കേട് വന്നിട്ടോ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇതിന്. പിന്നെ കളർ വെച്ച് മാത്രം നമ്മുടെ അസസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കളറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പല തരത്തിലുള്ള സ്റ്റെയിൻസ് വരുന്നുണ്ട് പല്ലിൽ. അത് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സ്റ്റെയിൻസ് എന്ന് പറയും. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ പുറമേ, അതായത് പോകുന്ന തരത്തിലുള്ള, നമ്മളിപ്പോൾ ക്ലീൻ ചെയ്താലൊക്കെ പോകുന്ന പല്ലിന് പുറത്ത് വരുന്ന സ്റ്റെയിൻസ് ആണ് എക്സ്ട്രിൻസിക് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ വെള്ളത്തിൻ്റെ
കാരണം കൊണ്ടോ ഒക്കെ വരാവുന്ന സ്റ്റെയിൻസ് ആണ്. ഒരു പ്രത്യേകതരം ബാക്ടീരിയ, ക്രോമോജനിക് ബാക്ടീരിയയുടെ ആക്ഷൻ മൂലമാണ് ഇത്തരത്തിലുള്ള സ്റ്റെയിൻസ് വരുന്നത്. അതേസമയം ഇൻട്രിൻസിക് സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിന്റെ അകത്ത് വരുന്ന സ്റ്റെയിനുകളാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇൻട്രിൻസിക് സ്റ്റെയിൻ ആണെങ്കിൽ നമ്മളത് ഒരുപക്ഷെ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ ഫില്ലിങ്സോ ഒക്കെ ചെയ്തിട്ട് വേണം അത് കറക്റ്റ് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഇപ്പോൾ ലിവർ ഡിസീസോ അങ്ങനെയുള്ള അസുഖങ്ങളാണെങ്കിൽ പല്ലിൻ്റെ കളറിൽ വേരിയേഷൻ വരും. അതുപോലെ തന്നെ ഇപ്പോൾ ലിക്വിഡ് അയൺ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ പല്ലിനൊരു കളർ ഡിഫറൻസ് വരും. പിന്നെ പല്ലിന് എന്തെങ്കിലും ആഘാതം ഏറ്റിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഫ്രാക്ചർ മാത്രം ആവണമെന്നില്ല, ജസ്റ്റ് ഒരു ആഘാതം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പല്ലിനൊരു ഡിസ്കളറേഷൻ കാണും. അപ്പോൾ അത് ഒന്നുകിൽ ഒരു റൂട്ട് കനാൽ ചെയ്ത് ക്രൗണിങ് ഒക്കെ ചെയ്താലേ ചിലപ്പോൾ കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് തന്നെ വേണം അതിനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ബ്രഷിൽ തന്നെ എന്താ മീഡിയം, സോഫ്റ്റ്, ഹാർഡ് എന്നൊക്കെ ഉണ്ട്. പല്ല് തേക്കുന്ന രീതിയിൽ ചില ആൾക്കാർ 2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ബ്രഷിൻ്റെ കണ്ടീഷൻ വേഴ്സ് ആവും. ഈ ഹാർഡായിട്ട് ബ്രഷ് ചെയ്താൽ അല്ലെങ്കിൽ നല്ല ഉരച്ച് പല്ല് തേച്ചാലേ വൃത്തിയാകുള്ളൂ എന്നത് ഉണ്ടോ? അതായത് ഇപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഈ ഉമിക്കിരി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാർഡായിട്ടുള്ള ബ്രഷുകളായിരുന്നു അന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി അതിൻ്റെ ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് അന്നത്തെ കാലത്ത് അങ്ങനെയെല്ലാം ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ഇതെല്ലാം അബ്രസീവ് മെറ്റീരിയൽസ്. ഇപ്പോൾ ഉമിക്കിരി എന്ന് പറഞ്ഞാൽ അബ്രസീവ് മെറ്റീരിയൽസ് ആണ്. ഇനി ഈ ബ്രഷുകളുടെ കാര്യത്തിൽ നമ്മൾ ഹാർഡ് ബ്രഷ് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മളുടെയൊക്കെ പണ്ടത്തെ ഒരു മിത്ത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല ഹാർഡ് ബ്രഷ് ആണെങ്കിൽ പല്ല് നന്നായി വെളുക്കും, അതെ തിളങ്ങട്ടെ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ നേരം ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിനനുസരിച്ച് പല്ല് വൃത്തിയാകും. അതുപോലെ സ്റ്റെയിൻ ഉള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ ഈ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്ത് വെളുപ്പിക്കാൻ നോക്കുന്നത്. അതെ അതെ. പക്ഷെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ഏറ്റവും ഐഡിയൽ നമ്മൾ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ മോണരോഗങ്ങളുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് നല്ല പുളിപ്പൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അൾട്രാ സോഫ്റ്റ് ബ്രഷുകളും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ് ബ്രഷ് ആണ് നമ്മൾ ഐഡിയലി യൂസ് ചെയ്യേണ്ടത്. ഇനി ആ ബ്രഷിങ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു രീതിയുണ്ട്, അതായത് പ്രോപ്പർ ടെക്നിക്കിലാണ് നമ്മൾ ചെയ്യേണ്ടത്. മുമ്പ് എപ്പോഴും ആൾക്കാർ ചെയ്തിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരസ്യങ്ങളിലൊക്കെ നോക്കിയാൽ തന്നെ ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നതാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് റോങ് ആണ്. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ, ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു രീതി അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ സർക്കുലർ മോഷനിലാണ് ബ്രഷ് ചെയ്യേണ്ടത്. അതിന് ഒരുപാട് രീതികളുണ്ട്, പക്ഷെ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന ഒരു രീതി ഇതാണ്. പിന്നെ മാത്രമല്ല, ഒരുപാട് നേരമൊന്നും ബ്രഷ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. അതായത് 2 മിനിറ്റ് രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യാന്നുള്ളതാണ്. 2 നേരം 2 മിനിറ്റ് ബ്രഷിംഗ് ആണ് ഐഡിയൽ, ആൻഡ് സോഫ്റ്റ് ബ്രിസിൽസ് ആണ് ഐഡിയൽ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഗം ബ്ലീഡിങ്, പല്ല് തേച്ച് കഴിയുമ്പോൾ ചോര വരുന്നതൊക്കെ വളരെ കോമൺ ആണ്. പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പല്ല് തേപ്പ് നിർത്തുക അല്ലെങ്കിൽ ബ്രഷ് മാറ്റി കൈയാക്കുക, അങ്ങനെയാണ് ചെയ്യാറ്. അതൊരു ശരിയായ ഒരു ഐഡിയലി ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് കാണുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണരോഗങ്ങളുടെ തുടക്കമോ അല്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ് സ്റ്റേജിലെ ഒരു രോഗമാണ് ഈ പറഞ്ഞ ബ്ലീഡിങ് വരുന്നത്. അപ്പൊ അതിനാദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് തേപ്പ് നിർത്തല്ല, ഡെഫിനറ്റ്ലി പല്ല് തേക്കണം. മാത്രമല്ല ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ പല്ലിൽ നിന്നും ബ്ലഡ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷെ ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാരണം ഈ പറഞ്ഞ മാതിരി അഴുക്കിരുന്നിട്ട് ബ്രഷിങ്ങിന്റെ പോരായ്മകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ ഗം ഡിസീസിന്റെ ഭാഗമായിട്ടാണ് പൊതുവെ ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ബ്ലീഡിങ് കാണുന്നത്. പിന്നെ വേഴ്സ്റ്റ് ആയിട്ടുള്ള കേസിൽ അത് നമ്മൾ ഒട്ടും അറ്റൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ പോയി ജിഞ്ചൈവൈറ്റിസ് എന്നുള്ളത് ഒരു പെരിഡോണ്ടൈറ്റിസ് എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ ചിലപ്പോൾ പോകും, രൂക്ഷമാവും, കൈവിട്ട് പോകും. അതെ അതെ. അപ്പം ഈ അഴുക്കിരിക്കുന്ന അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഫ്ലോസ് അല്ലെങ്കിൽ ഫ്ലോസിംഗ് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് അങ്ങ് കോമൺ ആയിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ പരസ്യങ്ങൾ പോലും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഫ്ലോസ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ബ്രഷിങ്ങിൽ തന്നെ ക്ലീൻ ആവും എന്നുള്ളൊരു പോയിന്റ് ആണെങ്കിൽ ഇല്ല, നമ്മൾ ബ്രഷിങ് മാത്രം ചെയ്താൽ പോരാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പല്ലിന്റെ ഒരു പ്രതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ശരിയാണ്, നമുക്ക് ബ്രഷിങ്ങിലൂടെ നമുക്ക് അഴുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. പിന്നെ 2 പല്ലിന്റെ ഇടയിൽ ചിലപ്പോൾ കേട് വരുന്നത് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന റീസൺ അതിൻ്റെ ഇടയിൽ അഴുക്ക് കയറിയിരുന്ന് പ്രോപ്പറായിട്ട് ക്ലീനിങ് നടക്കാത്തതാണ്. ബ്രഷ് ഈ 2 പല്ലിൻ്റെ ഇടയിലേക്ക് എത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പലതരത്തിൽ വിപണിയിൽ ഫ്ലോസുകൾ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ വാക്സ് ടൈപ്പ് ഉണ്ട്, നോൺ വാക്സ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്. ബേസിക്കലി അതൊരു ത്രെഡാണ്. അപ്പോൾ അതിൽ
വാക്സ് കോട്ടിംഗ് ഉള്ളതാണ് നല്ലത്, കാരണം മോണയ്ക്ക് മുറിവുകൾ സംഭവിക്കില്ല. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. രാത്രി ബ്രഷിങ്ങിന് ശേഷം ഫ്ലോസിങ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നമുക്ക് സാവകാശം സമയമെടുത്ത് ചെയ്യാവുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വാട്ടർ ഫ്ലോസർ ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഹൈ പ്രഷറിൽ വാട്ടർ ജെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലോസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ. ഇപ്പോൾ പല്ലിന്റെ സൗന്ദര്യം ഇപ്പോൾ നമ്മൾ ചിലപ്പം ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ കളർ ആവാം. ഈ ഒരിക്കൽ ടീത്ത് വൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം എൻ്റെ പല്ല് സെലിബ്രിറ്റീസിനെ പോലെ തിളങ്ങിയിരിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ആക്ച്വലി നമ്മൾ ടൂത്ത് വൈറ്റനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. അതായത് നമുക്കൊരു മേ ബി ഒരു അറൗണ്ട് 8 to 1 year ഒക്കെയാണ് നമുക്ക് അതിൻ്റെ ഒരു കാലാവധി പറയാൻ പറ്റുള്ളൂ. അതും നമ്മൾ ഒരുപാട് എന്താ പറയുക ഫുഡ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് ഈ പറഞ്ഞ ഇത്രയും ടൈമിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഒന്നുമില്ലെങ്കിൽ വെനീർസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രൗൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണോ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള കോസ്മെറ്റിക് ചികിത്സകൾ ഇന്ന് അവൈലബിൾ ആണ് പെർമനൻ്റ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ അലൈനേഴ്സ് എന്ന് പറയുന്നത് പല്ല് കമ്പിയിടുക എന്നുള്ളൊരു പണ്ട് മുതലേ എന്താ പറയുക ഒരു കോസ്മെറ്റിക് ഇത്, പിന്നെ നമ്മൾ ആ വ്യക്തിയെ കമ്പിയിട്ട ആൾ അല്ലെങ്കിൽ കമ്പിയിട്ട കുട്ടി എന്നാണ് ഐഡന്റിഫൈ ചെയ്യാറ്. എന്നിരുന്നാലും ഈ അലൈനേഴ്സ് എന്ന് പറയുമ്പോൾ അത് മറ്റേതിൻ്റെ അത്ര മുറുക്കം കിട്ടില്ല, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഒരുപാട് സമയം എടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് രണ്ടും ഈക്വലി ഗുഡ് ആണോ? അതായത് നമ്മളിത് ബേസിക്കലി ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് എന്ന് പറയും. അതായത് പല്ലിന്റെ അലൈൻമെന്റിൽ വ്യത്യാസം വരുമ്പോൾ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഫെറിൻ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് നമ്മൾ ബ്രേസസിനെ മാത്രമാണ് സോൾലി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതാണ് അലൈനേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ അലൈനേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും ഓക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നുള്ളൊരു ധാരണയാണ്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ കേസ് അനുസരിച്ചിട്ടാണ് നമുക്ക് അലൈനറിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ട്രേസ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതേസമയം കുറച്ചും കൂടെ കോംപ്ലെക്സ് കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സമയം കൂടുതൽ എടുക്കുകയും ചെയ്യും, ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഇനി ബ്രേസസും അലൈനേഴ്സും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റിസൾട്ട്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഒരുപാട് സിവിയർ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള കേസുകളിൽ ചിലപ്പോൾ നമുക്ക് അലൈനർ എല്ലാ കേസിലും ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഇപ്പോൾ ഒരാളുടെ എന്താ പറയുക കംഫർട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്ത് ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ അലൈനേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതായി പോലും അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ആളുടെ കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സഹായിക്കും, എസ്പെഷ്യലി ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അലൈനേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഇല്ല, ബിക്കോസ് ഇതൊരു റിമൂവബിൾ സംഭവമാണ്. എല്ലാവരുടെയും ഒരു ഫസ്റ്റ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ കമ്പി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലം നമ്മള് ഫുഡൊക്കെ ഒന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ളൊരു കൺസേൺ വരും. പിന്നെ ഇടയ്ക്ക് ഫുഡ് ഇടയിലൊക്കെ കയറി കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന അതായത് അങ്ങനെ പ്രോബ്ലംസ് വരുന്ന ആൾക്കാർക്ക് ഇതൊരു സൊല്യൂഷൻ തന്നെയാണ്. പിന്നെ ഇപ്പൊ നമ്മള് മുതിർന്നവരുടെ പല്ലിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പൊ കുട്ടിക്കാലത്ത് പല്ലിന് എന്തെങ്കിലും കേട് വരികയാണ്, അപ്പോൾ മിക്കവാറും പാരൻസ് പറയുന്നത് അത് പോവാനുള്ള പല്ലല്ലേ, അത് നോക്കേണ്ട കാര്യമില്ല. അത് ശരിയാണ്, കാരണം നമ്മുടെ കുഞ്ഞിലെ ഉള്ള പല്ലിന്റെ ഹെൽത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ വലുതാവുമ്പോൾ ഉള്ള ഒരു ഡെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് കാലങ്ങൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ പൊതുവെ ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളുടെ ഒരു ഡെന്റീഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ബേബി ടൂത്ത്, അതിന് നമ്മൾ പ്രൈമറി ഡെന്റീഷൻ എന്നാ പറയാം. ഒരു 6 വയസ്സ് വരെയുള്ള പീരീഡിൽ വരെയുള്ള 6 മുതൽ 13 വയസ്സ് വരെയുള്ള ഏജ് പീരീഡ് എന്ന് പറയുമ്പോൾ മിക്സഡ് ഡെന്റീഷനാണ്. അതായത് പാൽപ്പല്ലുകൾ പോയി പുതിയ പല്ലുകൾ പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾ പോയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അറൗണ്ട് ഒരു 13 to 14 ഇയേഴ്സ് ആവുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പ്രൈമറി ടീത്ത് കംപ്ലീറ്റ് ആയിട്ട് പോയി പുതിയ പെർമനന്റ് പല്ലുകൾ വന്ന് തീരുന്നത്, എക്സെപ്റ്റ് വിസ്ഡം ടീത്ത്. വിസ്ഡം ടീത്തിന് പിന്നെ ഒരു ടൈം എടുക്കും, മേ ബി അപ് ടു ഒരു 25 ഇയേഴ്സ് ഒക്കെയാണ് ആവറേജ് വിസ്ഡം ടീത്ത് കംപ്ലീഷൻ. ചിലർക്ക് അത് വിട്ടും പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കുട്ടികളുടെ പല്ലിൽ എന്തായാലും പോകാനുള്ളതല്ലേ, ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ വെറുതെയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇപ്പോൾ മൾട്ടിപ്പിൾ ടീത്ത് ഇഷ്യൂസ് വന്നാൽ DK ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ അത് കുട്ടികളുടെ കോൺഫിഡൻസിനെ സാരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് പ്രോപ്പറായിട്ട് ഒരു എന്താ പറയുക ചിലപ്പോൾ
കുട്ടികളുടെ റൂട്ട് കനാൽ നമ്മൾ പൾപ്പക്ടമി എന്നാണ് പറയാറ്. പൾപ്പക്ടമി വേണ്ട കേസുകൾ പൾപ്പക്ടമി ചെയ്ത് ക്രൗണിങ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അല്ലാതെ അത് പോയി വരാനായിട്ട് അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇപ്പോൾ മോളാർ ടീത്ത് എന്ന് പറയും, പുറകിലത്തെ ടീത്തൊക്കെ ആണെങ്കിൽ നേരത്തെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ജോ ബോൺസിൻ്റെ സൈസ് നോക്കിയാൽ കുഞ്ഞുങ്ങളുടെ വളരെ ചെറിയ ജോ ബോണാണ്, അത് വളരും തോറും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ പാൽപ്പല്ലുകൾ പോയി പുതിയ പെർമനന്റ് പല്ലുകൾ വരുമ്പോൾ പല്ലിന്റെ സൈസ് വലുതാണ്, പക്ഷെ ജോയിന്റെ സൈസ് അതിനനുസരിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കയറി ഇറങ്ങിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഒരു ബേസിക് ഇഷ്യൂ വരുന്നത്. അപ്പോൾ പല്ല് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ചെയ്യാറെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗ്യാപ്പ് നമ്മൾ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് മെയിൻറ്റെയിനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സൊല്യൂഷനാണ് നമുക്കുള്ളത്. ആ ഗ്യാപ്പ് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. അപ്പോൾ ആ പല്ല് വരുന്ന സമയമാകുമ്പോൾ കറക്റ്റ് പ്രോപ്പർ പാത്തിൽ കൂടെ തന്നെ അത് വരും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് ഇഗ്നോർ ചെയ്ത് വിട്ട് പോകുമ്പോൾ പോട്ടെ വരുമ്പോൾ വരട്ടെ എന്നുള്ളതല്ല, അതിനെല്ലാം നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. പിന്നെ ചില കേസുകളിൽ ചിലപ്പോൾ സർജറി ഇൻഡിക്കേറ്റ് ചെയ്ത കേസുകളുണ്ടാവും, അത് ചിലപ്പോൾ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പം അങ്ങനത്തെയൊക്കെ കേസുകളാണ് പൊതുവേ നമ്മളൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വൈസ് ചെയ്യുന്നത്. ഇനി ഈ കുട്ടികൾക്ക് ഈ വളരുന്ന ഫേസിൽ ഒരുപാട് അപ്ലയൻസസ് നമുക്കുണ്ട്. അപ്പോൾ ഇത് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് പോലും ആവശ്യമില്ലാതെ ഈ അപ്ലയൻസ് യൂസ് ചെയ്ത് കുറഞ്ഞ ചിലവിൽ നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അപ്പം തീർച്ചയായിട്ടും കുട്ടികൾക്കാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്കിത് പരിഹരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ആ ഒരു പീരീഡിൽ തന്നെ ഡെന്റിസ്റ്റിനെ കണ്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ ഡെന്റിസ്റ്റിനെ കാണുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും ഒന്നെങ്കിലും മുമ്പിലെ പല്ല് വല്ലതും പൊട്ടിപ്പോയാലും അതല്ലെങ്കിൽ വേദന കൊണ്ട് നിക്കക്കള്ളി ഇല്ലാണ്ടാവുമ്പോഴാണ് മിക്കവാറും ആളുകൾ ഒരു ഡെന്റൽ വിസിറ്റിന് വരുന്നത്. അങ്ങനെ വന്നാൽ മതിയോ? തീർച്ചയായും പോരാ. നമ്മൾ ഐഡിയലി പറയുകയാണെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ഒരു ഡെന്റൽ ചെക്കപ്പ് ചെയ്യാന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ചെറിയ പോടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു ഫില്ലിങ് ചെയ്ത് നമുക്കത് പരിഹരിക്കാൻ പറ്റും. അതേസമയം ഇതേ പോട് തന്നെ നമ്മളൊന്ന് അത് പല്ലല്ലേ, വലിയ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ പല്ലിൻ്റെ അടുത്ത പാളിയിലേക്ക് ഇറങ്ങി അത് പൾപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും ആയിരിക്കും പെയിൻ വരിക. പെയിൻ വരുമ്പോഴാണ് ആൾക്കാർ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങുക. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അടുത്തൊരു പ്രൊസീജിയറിലേക്ക് പോകേണ്ടി വരും, അതായത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. അപ്പോൾ ആവശ്യമില്ലാതെ നമ്മൾ ശരീരത്തിലൊരു ഇൻഫെക്ഷൻ വരുത്തി വയ്ക്കുകയാണ്. മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും അതിനനുസരിച്ച് കൂടും. ഇനി റൂട്ട് കനാൽ ചെയ്ത പല്ലുകൾക്ക് നമുക്ക് അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരു ക്രൗണിങ്ങോ അല്ലെങ്കിൽ ഇൻലേ ഓൺലേ പോലുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അഗെയിൻ കോസ്റ്റും കൂടുതലാണ്. ചെറുതായി ചെയ്യേണ്ട അരമണിക്കൂർ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറിന് നമ്മൾ സിറ്റിങ്സും കൂടുതലാണ്, ടൈമും കൂടുതലാണ്, എക്സ്പെൻസും കൂടുതലാണ്. ഇപ്പോൾ അതുപോലെ തന്നെ റീലുകളിൽ നമ്മൾ ഈ ഇടയ്ക്കായിട്ട് ഭയങ്കര വൈറലായിട്ട് വന്ന സംഭവമാണ് രാവിലെ പല്ല് തേക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് കുറേ ജസ്റ്റിഫിക്കേഷൻസും കാര്യങ്ങളും. എന്താണ് ഒരു ഐഡിയൽ റുട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെന്റൽ ഹൈജീനിന് വേണ്ടിയിട്ട് ഫ്രം മോർണിംഗ് ടു നൈറ്റ്? ഐഡിയലി നമ്മൾ ട്വൈസ് ബ്രഷ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് രാത്രി ബ്രഷിങ്ങിന്റെ ഒരു അവയർനെസ് കൂടിയതനുസരിച്ച് എന്നാൽ പിന്നെ രാത്രി ബ്രഷ് ചെയ്താൽ മതി, രാവിലെ വേണ്ട, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലുള്ള ഡിസ്കഷൻസ് ഒക്കെയാണ്. പക്ഷെ ഐഡിയലി നമ്മൾ 2 നേരം ബ്രഷ് ചെയ്യുക, അതും ഈ പറഞ്ഞ മാതിരി 2 മിനിറ്റ് എടുത്ത് ചെയ്താൽ മതി. ഒരുപാട് സമയവും അതുപോലെ തന്നെ അണ്ടർ ടൈമും ആവശ്യമില്ല. ഡോക്ടർ, നമ്മൾ പലപ്പോഴും ഈ കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരാണെങ്കിലും പല്ല് കേട് വന്നു കഴിഞ്ഞാൽ, ക്യാവിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ഒരുപാട് മധുരം കഴിക്കുമല്ലേ എന്നുള്ളത്. മധുരം മാത്രമാണോ ഒരു പല്ലിന്റെ ശത്രു എന്നൊരു കാറ്റഗറിയിൽ നമുക്ക് ഇടാൻ പറ്റുന്നത്? ഓക്കെ, ഇപ്പൊ കുട്ടികളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മധുരം ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ആരും ഇല്ലല്ലോ. മധുരം മാത്രമല്ല ഇതിൻ്റെ ഒരു ബേസിക് കാരണം. ഒന്നാമതായിട്ട് ഇപ്പോൾ നമ്മൾ ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ, ഷുഗർ ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്ലാക്ക് ഉണ്ടല്ലോ, ആ അഴുക്കിൽ ഷുഗർ വന്ന് കൂടുമ്പോൾ അവിടെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പല്ലിൻ്റെ മുകളിലുള്ള മിനറൽസ് ഉണ്ടല്ലോ അത് പതുക്കെ പതുക്കെ ഡീമിനറലൈസ്ഡ് ആവും. അപ്പം അങ്ങനെയാണ് അതിൽ ആക്ച്വലി കേട് സംഭവിക്കുന്നത്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക, വായ വൃത്തിയാക്കാതിരിക്കുകയാണെങ്കിൽ അത് ഒന്നും കൂടെ കൂടും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വായ ഡ്രൈ ആയിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അപ്പം അങ്ങനെ വരുമ്പോൾ എഗെയിൻ അവിടെ സലൈവ അല്ലെങ്കിൽ ഉമിനീരിൻ്റെ അളവ് കുറയുമ്പോൾ അങ്ങനെ നമുക്ക് കേടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു മധുരം കഴിച്ചുകൊണ്ട് മാത്രമല്ല, വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് പല്ലിന് കേട് വരാനായിട്ട്. അതുപോലെ ഇപ്പോൾ സ്മോക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഉമിനീരിൻ്റെ അളവ് കുറയും.
അപ്പം എഗെയിൻ അത് കേടുപാടുകൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഷുഗർ മാത്രമല്ല, പിന്നെ വേറൊരു പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻറ്റ് സ്നാക്കിങ്. അതായത് നമ്മൾ കൂടെ ഇപ്പോൾ ഒരു ട്രെൻഡാണ് എന്തെങ്കിലും കുറച്ചുകൊണ്ടേയിരിക്കുക. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പം നമ്മൾ കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയും, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സ്വീറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ലഞ്ച് ടൈമിൽ ലഞ്ച് കഴിച്ചതിന് ശേഷം ഒരുമിച്ച് അങ്ങ് കൊടുക്കുക. അപ്പം ഒറ്റയടിക്ക് അതങ്ങ് കഴിയും. അല്ലാതെ രാവിലെ ഒരെണ്ണം പിന്നെ രാത്രി ഒരെണ്ണം അതിനേക്കാളും കൊടുക്കാം. പക്ഷേ ഇത് കഴിച്ചതിന് ശേഷം വായ കൃത്യമായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ചൂയിങ് അല്ലെങ്കിൽ നല്ലോണം ചവയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ചൂയിങ് ഗംസ് യൂസ് ചെയ്യുന്ന ആളുകൾ അതൊരു ബ്രഷിങ്ങിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്? ഇപ്പോൾ നമുക്ക് ഷുഗർലെസ് ആയിട്ടുള്ള ചൂയിങ് ഗംസിന്റെ കാര്യം പറയണമെങ്കിൽ, ഷുഗർ കണ്ടന്റ് ഉള്ള ചൂയിങ് ഗം ഞാൻ അധികം അഡ്വൈസ് ചെയ്യില്ല. ഷുഗർലെസ് ചൂയിങ് ഗംസ് ആണെങ്കിൽ ഐഡിയലി അത് സലൈവ പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യും, കൂടുതൽ ഉമിനീരുണ്ടാക്കും. അപ്പോൾ അത് നല്ലതാണ്. പക്ഷെ ഒരിക്കലും അത് ബ്രഷിങ്ങിന് പകരമാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല്ലിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പ്ലാക്ക് എല്ലാം പോകണം എന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർ ബ്രഷിങ് മൂവ്മെന്റ്സ് വരണം. അതല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ക്ലീനിങ് വഴിയേ നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇത്തിലെല്ലാം അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ചൂയിങ് കഴിക്കുന്നതുകൊണ്ട് അത് വൃത്തിയാവില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ ഡോക്ടർക്ക് നമ്മളുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? ഇപ്പം ഒരു പ്രോപ്പർ ടൈമിൽ ഡെന്റൽ വിസിറ്റ്സ് നടത്തുന്നതിനെ പറ്റിയിട്ടാവാം, അതല്ലെങ്കിൽ സൂചി കൊണ്ട് എടുക്കാൻ പറ്റുന്നത് തുമ്പ കൊണ്ട് എത്തിച്ചെന്ന് പറയുമല്ലോ, അതിനെ പറ്റിയാവാം. എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റ് ആ ഒരു 6 months കൂടുന്ന സമയത്ത് ഒരു ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ തന്നെ നിങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ റുട്ടീനായിട്ടൊരു ക്ലീനിങ് ചെയ്താൽ തന്നെ നമുക്ക് ഈ മോണരോഗങ്ങൾ ഒരു പരിധിവരെയൊക്കെ തടയാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ കുട്ടിയല്ലേ എന്ന് ചിന്തിക്കാതെ കറക്റ്റ് സമയത്ത് ആ ഒരു സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ വലിയ വലിയ ട്രീറ്റ്മെൻറ്റുകളിലേക്കൊന്നും പോകേണ്ട ആവശ്യം വരില്ല. അത് നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ പരിഹരിക്കാവുന്നതാണ്. അതുപോലെ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗം ഡിസീസസിനുള്ള ചാൻസ്, അതായത് മോണരോഗങ്ങൾക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ മോണരോഗങ്ങൾ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗറിൻ്റെ അളവിലും കാര്യമായിട്ട് വ്യത്യാസം വരും, അത് താഴും. അപ്പോൾ ഇത് രണ്ടും ഇൻ്റർകണക്റ്റഡ് ആണ്. അപ്പോൾ ഷുഗറുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി മോണയ്ക്ക് വേണ്ട ചികിത്സകൾ ചെയ്യണം. അത് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഷുഗർ ലെവലും കാര്യമായിട്ടുള്ള വേരിയേഷൻ വരും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ ആഷ്ന. ഇപ്പോൾ ഒരുപാട് മിത്സ് നമ്മൾ ബ്രേക്ക് ചെയ്തത്, അതായത് ഒരു പ്രോപ്പർ അവയർനെസ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്.